അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈ പെരുന്നാളിന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു പുഡിങ്ങാണ്. നമ്മൾ പായസം പുഡിങ്ങൊക്കെ പെരുന്നാളിന് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നോമ്പൊക്കെ നോറ്റ് നല്ല ക്ഷീണിച്ചവർക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തണുത്ത പുഡിങ് വളരെ സിമ്പിളായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും. എന്നാൽ ഇടയ്ക്ക് നമുക്ക് ഈ നട്ട്സുകളൊക്കെ കടിച്ച് നല്ല അടിപൊളി ടേസ്റ്റോടെ വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഞാനിത് ഒരു 4 മണിക്കൂർ ഫ്രീസറിലാണ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് എൻ്റെ മോൻ്റെ കുട്ടിയാണ്, അവൾക്ക് കഴിക്കാൻ കൊടുത്ത് അവൾക്ക് അടിപൊളിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രുചിയുണ്ട് എന്ന് കാണിക്കുകയാണ്. സംസാരിക്കാൻ നല്ല പോലെ സംസാരിക്കും, പക്ഷേ യൂട്യൂബിൽ കേൾക്കിച്ച് സംസാരിക്കാൻ മടിയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 750 ഗ്രാം പാലാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാക്ക് പാലാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് കൂടുതൽ പുഡിങ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ 1 ലിറ്ററിന് തികച്ചില്ല, ഒരു 750 ഗ്രാം മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കണം. ഇത് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്, പാല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നല്ല പോലെ തിളക്കരുത്. ആയ ഉടനെ തന്നെ നമ്മൾ ഈ 2 മുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് വെറ്റ് വെച്ചാലും വേണ്ടില്ല, സ്പൂൺ വെച്ചിട്ടാലും അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ ഏത് രുചിയുള്ള ഫ്ലേവർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വാനില എസൻസാണ്, വളരെ ഇത്തിരി കേട്ടോ, 1/4 ടീസ്പൂണും കൂടി ഇല്ല, അതിലേറെ കുറച്ച് അതിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ പിന്നെ ഏലക്ക മാത്രം ഇട്ടാലും മതി. ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കപ്പിന് ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ്, നിറച്ചൊന്നുമില്ല കേട്ടോ, ഒരു മീഡിയം ആക്കിയിട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. വലിയ ടേബിൾ സ്പൂണല്ല, ഒരു മീഡിയം ടേബിൾ സ്പൂണാണ്. ഇതിന് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് നമ്മൾ അത് തിളച്ച് വരുമ്പോൾ ഏകദേശം തിളക്കാനാവുമ്പോഴാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഏകദേശം ഈ പാല് തിളക്കാനായി വന്നപ്പോൾ ഞാൻ ചൂടായി വന്നിട്ടുള്ളൂ കേട്ടോ, തിളക്കണ്ട, ചൂടായി വന്നപ്പോൾ ഞാൻ ഈ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളക്കരുത് കേട്ടോ, കാരണം മുട്ട അത് പിന്നെ കട്ട പിടിക്കും. എന്നിട്ട് ഇത് നല്ല പോലെ ഇതിലിളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര. ഞാൻ എടുത്ത് വെച്ച പഞ്ചസാര അല്ലേ, നിങ്ങൾക്ക് എത്രത്തോളം മധുരം, ഇത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോൺഫ്ലവർ കുറച്ച് മതിയെങ്കിൽ നിർബന്ധമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതാവുമ്പോൾ ഞാനിട്ടത് കുറച്ച് അത്യാവശ്യം കട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലവർ കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് നല്ല പോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം പിന്നെ ഈ മുട്ടയും കട്ട പിടിക്കരുത്. ഇനി ഇത് നല്ല പോലെ തിളക്കാനാവുമ്പോഴാണ് നമ്മൾ ആ കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഏലക്കപ്പൊടിയൊക്കെ ഒരു ഫ്ലേവറിന് രുചിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് വാനില എസൻസിൻ്റെ രുചി മാത്രം വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഏത് രീതിയിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വാനില എസൻസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി വാനില എസൻസ് ഇല്ല എഴുതി കുഴപ്പമില്ല, അതിന് പകരം ഏലക്ക മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നിൽക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനിയിപ്പോൾ ഞാൻ ആ കോൺഫ്ലവർ കലക്കി വെച്ചത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നേരത്തെ കലക്കി വെച്ച് മറ്റേ കട്ട അത് ഊറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വിടാതെ നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കും കോൺഫ്ലവർ ആയതുകൊണ്ട്, അതൊന്ന് നിൽക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിള വരുമ്പോൾ, ഒന്ന് നല്ല പോലെ ഇങ്ങനെ തിള വരുമല്ലോ, അപ്പോൾ തന്നെ അത് നല്ല പോലെ കുറുകി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഏകദേശം ഇത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങി വെക്കണം, ഫ്ലെയിം ഓഫ് ആക്കണം. നല്ലപോലെ ഏകദേശം കുറുകിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇതിനായി ഞാൻ ഒരു ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ബ്രെഡ് ഒന്ന് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത്, ചിലടത്ത് കട്ട് ചെയ്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. കടലയൊക്കെ നമുക്ക് വില കുറഞ്ഞ ചേരുവകളാണല്ലോ. ഇനി പിസ്ത, പിന്നെ ബദാം പരിപ്പ്, പലതും ആണെങ്കിലും നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് ബ്രെഡ് വെച്ചതിന് ശേഷം ഞാൻ ഒരു ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒരു സെറ്റും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഉണ്ടല്ലോ, ആ മുട്ടയും പാലൊക്കെ വെച്ചിട്ട് അത് അതിലേക്ക് നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കടല കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ചെറുതായി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതുപോലെ അണ്ടിപ്പരിപ്പ് കേട്ടോ, അണ്ടിപ്പരിപ്പ് ഞാൻ അതുപോലെ പിന്നെ കാഷ്യൂനട്ടും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ലെയറാക്കിയിട്ട് ഇനി അടുത്ത ഒരു ലെയറും കൂടി ആയിട്ട്, അപ്പോൾ ഇത് ഇടയിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും. പിന്നെ അടുത്ത ഒരു ട്രിപ്പും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. അത് അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഒരു ട്രിപ്പും കൂടി ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. നല്ല കട്ടിയിലാവരുത് കേട്ടോ. നമ്മുടെ ക്രീം രൂപം ഉണ്ടാക്കിയത് കുറച്ച് ഗ്രേവി പോലെ ആകണമല്ലേ, എന്നാലും നമ്മുടെ ബ്രെഡും ബിസ്ക്കറ്റൊക്കെ നല്ലപോലെ കുതിർന്ന് വരണം. അപ്പോൾ നമ്മളെ പുഡിങ് ടേസ്റ്റ് ഉണ്ടാകുക. ഇത് ചൂടോടെ വേണമെങ്കിൽ എങ്ങനെയും സേവ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് തണുത്താലാണല്ലോ പുഡിങ്ങൊക്കെ വളരെ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ തണുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള പിന്നെ കുറച്ചും കൂടി എനിക്കത് ബാക്കി വന്നിട്ടുണ്ട് ഈ ക്രീം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വേറൊരു ട്രേയിലും കൂടി സെറ്റ് ചെയ്യാണ്, ബ്രെഡ് വെച്ചിട്ട്, ബ്രെഡും ബിസ്ക്കറ്റും വെച്ചിട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ വെറും ബ്രെഡ് വെച്ചിട്ട് ചെയ്യും. പക്ഷേ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ബിസ്ക്കറ്റ് വെച്ചാകുമ്പോഴാണ് കേട്ടോ. നല്ല രുചികരമായ നല്ല അടിപൊളി ടേസ്റ്റുള്ള, വായിലിട്ടാൽ എന്നാൽ അലിയും ചെയ്യും, എന്നാൽ നല്ല നമുക്ക് ഇങ്ങനെ കടിക്കാൻ നട്ട്സൊക്കെ അതിൽ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് അതിൽ ഇടയ്ക്ക് ചോക്ലേറ്റിൻ്റെ രുചിയും കൂടി വരുമ്പോൾ നല്ല രുചികരമായി നമുക്ക് കഴിക്കാൻ പറ്റും. ഈ പെരുന്നാളിന് നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അടുത്ത ട്രേയിൽ ബ്രെഡ് വെച്ചു, ബിസ്ക്കറ്റ് വെച്ചു, എന്നിട്ട് നമ്മൾ ആ ക്രീം ഒഴിച്ച് കൊടുത്തു. ക്രീം ഫുള്ള് മൂടി നിൽക്കണം കേട്ടോ. മൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എത്രത്തോളം നല്ല നമുക്ക് ഇതുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഈ പിന്നെ കടലയും അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നോർമൽ സ്ഥലത്താണ് വെക്കണമെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ എന്തായാലും വെച്ചിരിക്കേണ്ടി വരും. അതല്ല ഫ്രീസ് ചെയ്യൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യൽ. ഞാനിപ്പോൾ ഇത് ഫ്രീസ് ചെയ്യൽ ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുത്തത്. നല്ല പോലെ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നല്ല രുചികരമായ ഈ പുഡിങ് നമ്മുടെ ഈ വരുന്ന പെരുന്നാളിന്, നമുക്ക് 2 ദിവസം കൂടിയുള്ള പെരുന്നാളിന് നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പെരുന്നാളാണ് വരുന്നത്. നമ്മൾ നോമ്പെല്ലാം നോറ്റ് കുഴങ്ങി ക്ഷീണിച്ച് നമ്മുടെ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ സന്തോഷത്തോടെ കുടുംബത്തോടെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയൊക്കെ കൂട്ടി ആഘോഷിക്കുന്നത് വളരെ സന്തോഷമായിരിക്കും. അതിന് വേണ്ടി ഒരു പുഡിങ്ങും കൂടി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റ്. അപ്പോൾ കോഫി ചോക്ലേറ്റാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രുചികരമായ പുഡിങ് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂറിന് ശേഷം എടുത്ത് എൻ്റെ പേരക്കുട്ടിക്കാണ് ഞാനിത് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നോമ്പല്ലേ, നോമ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്നവർക്ക് പെരുന്നാളിന് നല്ല അടിപൊളി പുഡിങ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നല്ല രുചികരമായ, നല്ല അലിഞ്ഞു പോകുന്ന, എന്നാൽ ഇടയ്ക്ക് നമുക്ക് നട്ട്സ് കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇതൊന്ന്, എൻ്റെ മോൻ്റെ മോളാണ് പിന്നെ ഇതെടുത്ത്, അപ്പോൾ നമുക്കിങ്ങനെ കഷ്ണം വെട്ടിങ്ങാണ്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നല്ല പോലെ കട്ടയാവണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ കൂടുതൽ സമയം വെക്കാവുന്നതാണ്. അപ്പോൾ അവൾ കഴിച്ചിട്ട് സൂപ്പറാണെന്ന്
പറയുന്നുണ്ട്. ശരിക്ക് വർത്തമാനം പറയാൻ മടി. ഇവിടെ നല്ല സംസാരിക്കും, പുറത്ത് വർത്തമാനം പറയാൻ നല്ല മടിയാണ്. ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.